ഇന്ന് ഞാൻ ഒരു പച്ചക്കായയും പരിപ്പും കൂടിയിട്ട് പുലർത്തുന്നതാണ് കാണിക്കുന്നത്. അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയും 2 വലിയ സവാള ചെറുതാക്കി ഇട്ട് കൊടുക്കും. ചെറിയുള്ളി വേണമെങ്കിൽ അകത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലാത്തതാണ് സവാള ഇട്ടിരിക്കുന്നത്. നല്ലപോലെ ഒരു സവാള തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് വരും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മരിഞ്ഞെടുക്കാം. സവാളയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉണക്കമുളക് ഇടിച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കും. നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് വെക്കാം. ഞങ്ങൾ പച്ചക്കായ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഈ മുളകൊക്കെ ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കും. ഇതിലേക്ക് നമുക്ക് പച്ചക്കായ ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ഇതിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി പച്ചക്കായ വേവരാൻ പറ്റും. വെള്ളം ഒഴിക്കണ്ട. ഇതിന്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് നല്ലപോലെ വെന്തോളൂ. ഇതിങ്ങനെ പറഞ്ഞ് നല്ലപോലെ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചക്കായ ചട്ടിന്റെ അടിയിൽ പിടിക്കും. ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കൊണ്ടിരിക്കും. മൂടി വെച്ചിട്ട് വേവിക്കാം. നേരിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പച്ചക്കായിട്ട് നല്ലപോലെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്ന ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പില്ല, കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് പരിപ്പിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് തിളക്കാൻ വെക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ തിളക്കട്ടെ. ഇപ്പോഴും നല്ലത് തിളച്ചിട്ടിട്ട് ഇപ്പൊ പരിപ്പും പച്ചക്കായും കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.